ഹലോ എവരി വൺ. നമ്മുടെ ഷോപ്പിൽ സെയിൽസിനായിട്ട് 3 വണ്ടികൾ എത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആക്സസ് 125 നമ്മൾ 3ൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ആർക്കെങ്കിലും വണ്ടീനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോസും കൂടി ഒന്ന് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. ഇത് 2012 മോഡൽ ആക്സസ് 125 ആണ്. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി മൊത്തം നമ്മൾ വർക്ക് എടുത്ത് നീറ്റാക്കിയ വണ്ടിയാണ്. അത് 1981 ഒരു എൻഫീൽഡാണ്, ബുള്ളറ്റാണത്. അത് ആംബിയർ ഒപ്പിച്ചടിക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഓടിക്കാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ബുള്ളറ്റിൽ ഏത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും പണ്ടത്തെ ഈ ഒരു ഓൾഡ് മോഡൽ നമുക്ക് ഈ ഒരു ഫീല്, ഒരു എൻഫീൽഡ് ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സാധനം തന്നെ ഓടിക്കണം, വേറെ ഒരു വണ്ടി ഓടിച്ചാൽ പോരാ. അതുപോലെ തന്നെ നമ്മളെടുത്ത് വേറെ ഒന്നുള്ളത് പറഞ്ഞാൽ 2021 മോഡൽ ഒരു R15 V3 ആയിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്, നീറ്റാണ്, ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്, സ്റ്റോക്ക് വണ്ടിയാണ്. കണ്ടില്ലേ, ചെയിനൊക്കെ നമ്മൾ ലൂബും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടി ടോട്ടലായിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറഞ്ഞുതരാം വണ്ടിയുടെ. ഇത് 2012 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ആക്സസ് 125 ആണ്. വണ്ടിക്ക് വേറെ പവർ ലോസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, പക്ക നീറ്റാണ് വണ്ടി. എഞ്ചിൻ പരമായിട്ടാണെങ്കിൽ വണ്ടി പക്ക ഓക്കെയാണ്, വേറെ ഒരു ഇഷ്യൂസ് ഇല്ല, നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. ടോട്ടൽ ഇപ്പം ഏകദേശം ഒരു 60,000 അടുത്ത് 55 ലെവലിൽ വണ്ടി ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ എത്രത്തോളം ജെന്യൂൻ ആണെന്ന് നമുക്കറിയത്തില്ല. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവച്ചത്. കാരണം ചെറിയ പൈസയ്ക്ക് ഒരു വണ്ടി ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവച്ചത്. KL 56 വണ്ടിയാണ്. നമ്മൾ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ നമ്മൾ മറിച്ച് വെക്കുന്നില്ല. ആർക്കും വണ്ടിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ മറിച്ച് വെക്കുന്നില്ല. അപ്പം വണ്ടിയുടെ എല്ലാ വർക്കും കഴിഞ്ഞാണ്. എയർ ഫിൽറ്റർ മാറ്റി, നമ്മൾ എയർ ഫിൽറ്റർ ബോക്സ് മാറ്റി, എഞ്ചിൻ ഓയിൽ മാറ്റി, 2 ബ്രേക്ക് പാഡ് മാറ്റി, ബ്രേക്ക് ഷൂസ് മാറ്റി, ഫ്രണ്ട് ടയർ പുത്തനാണ്. വണ്ടി ബാക്കിയെല്ലാം പക്കയാണ്. എടുക്കുന്ന ആളുടെ പേരിലോട്ട് നമ്മൾ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും. വണ്ടിക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നതായിരിക്കും. 17,000 രൂപയാണ് വിത്ത്. നമ്മൾ ഈ പുതിയ ഇൻഷുറൻസ് അടക്കം 17,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം വേണ്ടവർക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 1981 ഒരു ബുള്ളറ്റാണ്. ഇപ്പം കേരളത്തിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിലവിൽ നിൽക്കുന്ന ഒരു ബുള്ളറ്റാണ്. അത് വണ്ടിക്ക് വേറെ നിലവിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് അടിയിൽ സിംഗിൾ ഷോട്ട് അടിയിൽ വണ്ടി സ്റ്റാർട്ടാവുന്നതായിരിക്കും. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു നോക്കാവുന്നതാണ്. വണ്ടി പക്ക നീറ്റാണ്. വേറെ ബോഡിയിൽ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ക നീറ്റായിട്ടുള്ള ബോഡിയും കാര്യമൊക്കെയാണ്. മാറ്റ് ബ്ലാക്കാണ് വണ്ടിയുടെ കൊടുത്തിരിക്കുന്ന കളറൊക്കെ. പിന്നെ 2 ടയർ നമുക്ക് ഏകദേശം ഒരു 2 ടയറും കൂടി 80% എടുത്ത് 2 ടയറും ഉണ്ട്. വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു R15 V3 2021 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി ഇപ്പം നിലവിൽ 18,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് TRM കാൽഡേഡിൻ്റെ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വണ്ടി ഇറക്കാം. ഫിനാൻസിൻ്റെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ടാങ്കിൻ്റെ 2 സൈഡിലായിട്ട് PPF കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും PPF കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ വേറെ അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്, നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഒരു പുതിയ V3 ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ടാവും. അപ്പം നല്ല വണ്ടി നോക്കി നടക്കുന്ന ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരിക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പം ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ 3 വണ്ടികളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. പിന്നെ അഡ്വഞ്ചർ 250 ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡൊമിനോഡ് ഫോണ്ടർ ഉണ്ട്. ഡൊമിനോഡ് ഫോണ്ടറിൻ്റെ 3 ഉണ്ട്. 2017 മോഡലൊന്നുണ്ട്, പിന്നെ 2019 മോഡലുണ്ട്, 2020 മോഡലുണ്ട്. അപ്പം ഈ വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു വണ്ടികളുടെ സിംഗിളായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ മൊത്തം ഡീറ്റെയിൽസും പറഞ്ഞു, മൊത്തം വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ ഈ ഒരു V3ക്ക് ടോട്ടലായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1,50,000 ആണ് നമ്മൾ ഈ വണ്ടിക്ക് ടോട്ടലായിട്ട് ചോദിക്കുന്ന എമൗണ്ട്. അതിൽ നമുക്ക് 20,000 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. കേരളത്തിലോട്ട് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി ആർക്കെങ്കിലും കൂടുതൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടിയെ പറ്റി എന്തെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുണ്ടോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഷോപ്പുമായിട്ട് കയാൻ മൊബൈൽസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ.